നമ്മുടെ ഷാഡോ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പോട്ടെ. രണ്ട് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷാഡോന്റെ ഈ കേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഫുള്ള് ഇരുമ്പാണ്. അതായത് ഭയങ്കര ഹാർഡായിട്ടാണ് ചെയ്തേക്കണം. അതായത് ഒരു കാരണവശാലും പുലിക്ക് പട്ടീനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ലെപ്പേർഡും കണ്ടില്ലേ കാട്ടുപോത്തൊക്കെ ഉണ്ടായത്, പിന്നെ കരടിയൊക്കെ സ്ഥിരമായി. അപ്പോൾ പുലി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്ര ഹാർഡായിട്ടുള്ള കേജ്. ഇത് ഭയങ്കര പ്രയാസപ്പെട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കാനൊക്കെ. 10 പേര് പിടിച്ചാണ് 10 പേരല്ലേ ലോറി കൊണ്ടുവന്നിട്ട് പിടിച്ച് 10 പേര് ഇറക്കി വെച്ചാൽ. ഓക്കെ ഏട്ടാ. നല്ലൊരു അടിപൊളി ക്യാരക്ടറായിരുന്നു കേട്ടോ. എന്തായാലും 2 ദിവസമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പിന്നെ ഒരു പോകുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു സങ്കടമുള്ളതായിരിക്കും. മിസ് ചെയ്യും. കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതായത് കുറച്ച് ദൂരെയാണ്. അവിടെ ആയിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അത് ഡിഫൻസ് മറ്റേ ആർമി അവര് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇന്നിപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഇവിടെ കൂന്നൂർ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 സ്പോട്ടുകളാണ്. അപ്പൊ ഇപ്പൊ പോണത് പക്കാസുറ മല എന്ന് പറഞ്ഞൊരു മലയിലോട്ടാണ്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വന്ന വഴിയാണ് എസ്റ്റേറ്റ് റോഡ്. മറ്റേ കുറച്ച് ഷോലയിൽ കൂടെയൊക്കെ വന്നില്ല, ആ വഴി റൂട്ട് തന്നെയാണ് ഇപ്പൊ പോണത്. അപ്പോൾ ഫെബിൻ ചേട്ടൻ പറഞ്ഞ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വഴി ഇപ്പോൾ പക്കാസുറ മലയിലോട്ട്. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കൂന്നൂരിലെ പക്കാസുറ മല. സമാധാനമാണ്. ഞാനിപ്പോൾ ഒരു 1 വീക്ക് ബാക്ക് പോകണമെങ്കിൽ 1 വീക്ക് വേണ്ട, ഒരു 4 ഡേയ്സ് ബാക്ക് പോകണമെങ്കിൽ ആ എറണാകുളത്തുള്ള ആ ഒരു പൊല്യൂഷനും ആ ഹോണടിയും ആ സൗണ്ടും എല്ലാം കൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ, ആ ചൂടൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴുള്ളൊരു ഫീലില്ലേ. പിന്നെ അതേപോലെ തന്നെ പലർക്കുള്ള ഡൗട്ടാണ്. ഈവൻ എനിക്കാണെങ്കിൽ പോലും ഒരു ടൈം വരെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഈ മരങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ ഈ മരങ്ങൾ എന്തിനാണ് ഇവർ തേയിലയുടെ ഇടയിൽ നട്ടുപിടിപ്പിച്ചേക്കണത്, എന്താണ് അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, ഈ മരത്തിൻ്റെ പേരെന്ന് പറയുന്നത് സിൽവർ ഓക്ക് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഈ മരം വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ ഈ തേയിലക്ക് അനുയോജ്യമായ തണൽ കിട്ടാനായിട്ട്. അതായത് ഈ മരത്തിൻ്റെ ഇലകളുണ്ട്, ആ ഇലകളിൽ തട്ടിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഷെയ്ഡ് വന്നത്, സൺലൈറ്റ് വന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനും പാടില്ല, എന്നാൽ കുറച്ച് ആവശ്യത്തിന് സൺലൈറ്റും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്, ഈ ഗ്യാപ്പായിട്ട്. അതായത് ഫിൽട്ടർ ചെയ്തിട്ട് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നട്ടു വെച്ചേക്കുന്നത് തേയിലത്തോട്ടത്തിൻ്റെ. പിന്നെ അതുകൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. ഈ ഇലയില്ലേ, ഈ ഇല ഇത് വീണ് കഴിഞ്ഞാൽ, മണ്ണിൽ വീണ് കഴിഞ്ഞാൽ, സോയിലിൽ വീണ് കഴിഞ്ഞാൽ അത് നൈട്രജനായിട്ട് മാറും. അപ്പോൾ നൈട്രജൻ ഈ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് ഈ മണ്ണിന് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയും ഇതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ചിലപ്പോൾ ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കാം. നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഫോട്ടോ എടുത്ത് പോകണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പുറത്തുനിന്ന് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തതാണ്, ഈ തേയിലൊക്കെ അനുസരിച്ചുള്ള രീതികളിൽ സ്റ്റഡി ചെയ്തൊക്കെ. ഇപ്പോൾ പിന്നെ അത് ബഡ് ചെയ്തും ക്രോസ് ചെയ്തൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കണേണ്. എന്ത് ബ്യൂട്ടിയാണ് ഈ തേയിലൻ്റെ ഇടയിൽ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വെട്ടി വെച്ചേക്കണം. പക്ഷേ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ഒരുപാടാക്കിയില്ല കേട്ടോ, ഒരുപാട് ബ്രാഞ്ചസ് ഒന്നും വരുത്തൂല. ചെറിയ ചെറിയ രീതിയിൽ അവർ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത്, ഈ തേയില എങ്ങനെയാണ് കട്ട് ചെയ്ത് നിർത്തണം അതേപോലെ തന്നെ അവർ ഇതും കട്ട് ചെയ്ത് നിലനിർത്തും, അതായത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിർത്തും. ശരിക്കും പറഞ്ഞാൽ ഈ ടീ പ്ലാന്റേഷൻ എന്നല്ലേ നമ്മൾ പറയണ, ശരിക്കും
പ്ലാന്റ് ഒന്നും ഇല്ലാതെ തന്നെ ശരിക്കും ഇതൊരു ട്രീ ആണ് തേയില എന്ന് പറയണത്. ടീ ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ചിലത് 100 തൊട്ട് 150 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ വെട്ടി നമുക്ക് കിള്ളണ രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണോണ്ടാണ് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെട്ടാതിരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു മരത്തിൻ്റെ അത്രയും ഈ പറഞ്ഞ പോലെ ഈ മരത്തിൻ്റെ ഒക്കെ ഒരു പകുതി അല്ലെങ്കിൽ 3/4 ഭാഗം ഹൈറ്റിൽ വരും ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കരടിയുടെ ആക്ടിവിറ്റി ആയി കാണുന്നത് കരടി മാന്തി ഇട്ടൊക്കെയാണ്. ഈ കരടി വേംസ് ഒക്കെ തിന്നുമല്ലോ, അതായത് ഈ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. പുഴുക്കളും പിന്നെ ഫ്രൂട്ട്സാണ് കരടീൻ്റെ മെയിനായിട്ടുള്ള ഫുഡ്. അപ്പോൾ ഇത് കണ്ട ഇത് കംപ്ലീറ്റ് മാന്തി ഇതിൻ്റെ ഇടയിൽ വല്ല പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഉറുമ്പുകൾ പിന്നെ മറ്റേ ചെതല് അങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ തിന്നും. അപ്പോൾ അവൻ്റെ പണിയാണ് ഈ കാണുന്നത്. കണ്ട ഇവിടെ മൊത്തം മാന്തിട്ടിട്ട് ഈ വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇന്നലെ നൈറ്റ് ഈ വഴിയൊക്കെ തന്നെ വന്നേക്കണം, ആ ഒരു സമയത്ത് കിടന്നേക്കണ ഇത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ പ്ലാന്റിനെ പറയണ പേരാണ് പോയിൻസെറ്റിയ എന്നുള്ള ഒരു പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ഫ്ലവറായിട്ട് വേറെ ഒന്നുമില്ല, ഈ അതേ ലീവ്സ് തന്നെയാണ് ഈ മേളിൽ റെഡ് കളറായിട്ട് ഇരിക്കണം. പക്ഷെ കണ്ടാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ളതാണ്. എസ്റ്റേറ്റുകളിൽ പണ്ട് ബൗണ്ടറി തിരിക്കാനും പല എസ്റ്റേറ്റുകളുടെ ബൗണ്ടറി തിരിക്കാനും പിന്നെ ഡിവിഷനുകൾ തിരിക്കാനും അതായത് ഏരിയ മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. പോയിൻസെറ്റിയ എന്നുള്ള ഒരു നെയിമിലാണ് ഇത് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് അന്നത്തെ കാലത്ത് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ബ്രിട്ടീഷ് പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് തന്നെയാണ്. ഓഫ്കോഴ്സ് ഒബ്വിയസ്ലി അത് തന്നെയാണ്. കാരണം ഇവിടെ കാണുന്ന ഈ നീലഗിരീസിലും മൂന്നാറിലൊക്കെ കാണുന്ന ഒരു മിക്ക പ്ലാന്റ്സും അല്ലെങ്കിൽ ട്രീസൊക്കെ കുറേയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കണേണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ട് അറിയണ്ട, അതായത് ഈ ഒരു പ്ലാന്റിൽ ഈ ഫ്ലൈയിങ് ആൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസെക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസെക്റ്റ് നമ്മളിപ്പോൾ നല്ല വെയിലുള്ള സമയം അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്, വെയിലുണ്ട്, ഈ ഇൻസെക്റ്റ് ഈ ചെടിയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് നമ്മൾ നല്ല ബൈറ്റ് ചെയ്യും. അതായത് ഫ്ലൈയിങ് ആൻഡ് എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് ആ പേരിൽ തന്നെ ഉണ്ടല്ല, ഉറുമ്പ് കടിക്കും, അതേപോലെ തന്നെ ഫ്ലൈയിങ്. അപ്പോൾ ഈ പറന്നു തന്നെ ഇൻസെക്റ്റ് നമ്മൾ ബൈറ്റ് ചെയ്യും. ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാവും, ചിലവർക്ക് സ്വെല്ലിങ് ഉണ്ടാവും, ചിലവർക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നോക്കട്ടെ വല്ലതും ഉണ്ടാകുന്നു. ചെറുതായിട്ടൊരു പൊടിയായിട്ട് ഈച്ച പറക്കണ പോലെ പറക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. വെയിലുള്ള സമയത്താണ്. ചെറുതായിട്ട് ചെറിയ ഇൻസെക്ട്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ അറിയത്തില്ല ഇത് വന്ന് ബൈറ്റ് ചെയ്യണത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ബൈറ്റ് കിട്ടും. കൊതുക് കുത്തണ പോലെ തന്നെ നല്ല ഒരു പെയിനായിട്ടുള്ള ഒരു ബൈറ്റാണ് കിട്ടണത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ അത് ചിലവർക്ക് സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട് വരും. ഇതാണ് ഫ്ലൈയിങ് ആൻഡ് എന്ന് പറഞ്ഞത്. കണ്ട ചെറുതായിട്ടൊരു കടുന്നല്ല പോലെ ഇരിക്കും. അങ്ങോട്ട് പോയി താഴത്തോട്ട് പോയി. ഇപ്പം എൻ്റെ കയ്യിൽ വന്നിരുന്നാണ്. നിറയെ കാട്ടുപോത്ത്. അത് നല്ല ഹ്യൂജ് ആയിട്ടുള്ള കാട്ടുപോത്ത് വേണ്ട. എനിക്ക് ഇവിടെ നിന്ന് കാണാം. നല്ല സൈസായിട്ടുള്ള കുറേ കാട്ടുപോത്തുകളൊക്കെ ഉണ്ട് ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് കാട്ടുപോത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണൂലേ പശുക്കളെ പോലെ, അതേപോലെ തന്നെ ഇവിടെ ചവറു പോലെ കാട്ടുപോത്താണ്. ഇവിടെ നൈറ്റിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയാലും കാട്ടുപോത്തിനൊരു വന്നമില്ല. നമ്മുടെ നാട്ടിൽ പശുക്കൾ റോഡിലൊക്കെ കിടക്കുന്ന പോലെ നടക്കാം. അടിപൊളി വ്യൂ കേട്ടോ. ഇന്നലെ നമ്മൾ നൈറ്റ് പോയ വഴി തന്നെയാണ്, പക്ഷെ രാവിലെ വന്നപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ആ വ്യൂ കിട്ടിയത്. മിസ്റ്റൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
2 കാട്ടുപോത്തൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ കാണാനും ഭയങ്കര ഒരു ഭംഗിയുള്ള കാഴ്ചയുണ്ടാ. അവർ ഈ തേയിലൻ്റെ ഇടയിൽ കുറേ പുല്ലുകളുണ്ട്, അതാണ് തിന്ന് നടക്കുന്നത്. ആനയുടെ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ശരിക്കും ഈ എസ്റ്റേറ്റിന്റെ പേര് നോൺ സച്ച് എസ്റ്റേറ്റ് എന്നാണ് ശരിക്കുമുള്ള പേര്. നോൺസെൻസ് എസ്റ്റേറ്റ് എന്നാണ് ഇപ്പൊ ആൾക്കാർ പറയണത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത്രയും നീറ്റും പിന്നെ അത്രയും നല്ല ഭംഗിയുള്ള ഒരു എസ്റ്റേറ്റ് വേറെ ഉണ്ടായില്ല. അപ്പൊ അന്നത്തെ കാലത്ത് നോൺ സച്ച് എസ്റ്റേറ്റ് എന്നായിരുന്നു പേര്. ഇതേ കണ്ട, നോൺ സച്ച് റിട്രീറ്റ്. ഇതാണ് ആകെയുള്ള ഓരോരോ കഥ. സൈഡായിട്ട് ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട്. കൊള്ളാട്ടെ, ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടുത്തെ ആൾക്കാരല്ലാതെ വേറെ പുറത്തൊന്നും ഒരാളില്ല. ഇവിടെ ഒരു മനുഷ്യരെ കാണൂല. ഇവിടുത്തെ ഇവിടെയുള്ള ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. ചെക്ക് ഡാമാണെന്ന് തോന്നുന്നു. ചെറിയൊരു വെള്ളം കട്ടിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ വെള്ളം പിടിച്ചു വെച്ചൊക്കെ എസ്റ്റേറ്റിലോട്ടുള്ള നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഒരു മലയുടെ മേലിലോട്ട് കയറിക്കൊണ്ടിരിക്കണം. കരടിയുടെ പണി എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. കരടിയുടെ പണി ഒന്നൊന്നര പണി വേണ്ട. അത് എന്ത് വലിയ ഹോളാക്കി വെച്ചേക്കണം നോക്കി. അതിൻ്റെ ആ കൈയിൻ്റെ പാടാണ് കാണുന്നത് മൊത്തം. ഞാൻ കാണിച്ചുതരാം. ഇതുണ്ട, ഇതൊക്കെ ഉണ്ടോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നോക്കിയ. എന്ത് വലിയ ഹോളാക്കി വെച്ചേക്കണം നോക്കിയ. അതിൻ്റെ കൈയിൻ്റെ ആ നഖത്തിൻ്റെ ഇതാണ് ആ കാണുന്നത്. ക്ലോസ് വെച്ചിട്ട് ഇങ്ങനെ മാന്തി 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 മാന്തി. നല്ല അടിപൊളി റൂട്ടാണിത് മൊത്തം. നല്ല സീനിക് ആയിട്ടുള്ള നല്ല വ്യൂ ആയിട്ടുള്ള റോഡാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം. നമുക്കൊരു മടുപ്പില്ലാത്തൊരു യാത്രയാണ് ഈ വഴി കൂടെ. കംപ്ലീറ്റ് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു റൈറ്റ് സൈഡിലൊരു ഷെഡ് ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് നോ ഹണ്ടിങ് ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഷെഡിൻ്റെ വഴി വേണം അങ്ങോട്ട് കയറി പോകാനായിട്ട്. എസ്റ്റേറ്റ് റോഡാണ്. കുറച്ച് ചെറിയൊരു ഓഫ് റോഡാണ്.
കൊണ്ടാണ് അവിടെ ഇട്ടിട്ട് നടന്നു. ഇത് ഉണ്ടാവും ഇവിടെ നിന്നുള്ള വ്യൂ കംപ്ലീറ്റ് ആ ഒരു ടെറൈനെ മാറി, അത് വേറൊരു രീതിയായി. ആഹാ, അടിപൊളി. ഇപ്പൊ എന്തോ പണി നടക്കണോണ്ട് തുറന്നിട്ടുണ്ട്. ചിലപ്പോ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഓഫ് റോഡ് കൊള്ളാം, നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് കിട്ടിയേക്കണേ. അപ്പൊ 4 വീൽ ഇടാം ഇനി. അപ്പൊ 4 വീൽ കയറി ഇനി ഇട്ടേക്കാം. ഓക്കെ, വണ്ടികളൊന്നും അധികം പോകാത്തതിൻ്റെ തെളിവാണോ ചെടികളൊക്കെ റോഡിലോട്ട് കയറിയിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കൂന്നൂർ വന്നിട്ട് എവിടെയെങ്കിലും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് വേണമല്ലോ. അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള ഓഫ് റോഡാണ് ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ റോഡ് എപ്പോഴും ഓപ്പൺ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഭാഗ്യം കൊണ്ടായിരിക്കാം. ബാക്ക് ഇന്ത്യ എന്ന് പറയും. അത് സാധാരണ പേരായിട്ടായിരിക്കും പോണത്, ഒന്നും കൂടി ഉണ്ടാവും കൂട്ടത്തില്. ഇതൊക്കെ ഇതിന്റെ ചാലാണ്, ഈ മൃഗങ്ങളുടെയൊക്കെ ചാലാണ് ഈ കാണുന്ന ട്രയൽസ്. അവരൊക്കെ സ്ഥിരം റൂട്ടാണത്. നമ്മ ഒരുപാട് പുറത്തത്തെ ഷോട്ടൊന്നും ഇവിടെ കവർ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടിരിക്കണോണ്ട് ഇവിടെ കരടിയുണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മ പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് വിഷ്വൽസ് എടുക്കുന്നില്ല. വണ്ടിക്ക് ടയറിന് ഗ്രിപ്പില്ലാത്തതുകൊണ്ട് പിടുത്തില്ലാത്തതുകൊണ്ട് തെന്നി വന്നു. മിററും മറ്റേ ആൻറ്റീനും ഒക്കെ ബെൻഡായി. ഒരൊറ്റ വരവേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പുറം തന്നെയുണ്ട് കല്ലിൽ മുട്ടും. കയ്യിപ്പോൾ ബാക്കോട്ട് എടുത്ത് കൊണ്ടുപോകുന്നത്.
ഒരു കട്ടിങ്ങിൽ നിന്ന് വീണ്ടും താഴത്തോട്ടാണ് വഴി ഇരിക്കണത്. പോയി നോക്കി എന്താണെന്നുള്ളത്. എന്റെ പൊന്നോ, അവിടെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങോട്ട് നമുക്ക് പോകണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു വാച്ച് ടവർ പോലൊരു ബിൽഡിംഗ് ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കും പക്കാസുറ മല. ആ കരടിയുടെ ടോപ്പിങ്സ് ഒക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തേയില വെട്ടിയിട്ട് കുറെ കാലമായിട്ടാ. കാരണം അത് മേലോട്ട് വന്നിട്ടുണ്ട്. കുളമ്പ് എടുത്തിട്ടില്ല ഇതുവരെ. വണ്ടി കുറച്ചൊക്കെ വണ്ടിയുടെ ഇഷ്ടത്തിനൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ചെറിയൊരു കമ്പ് നമുക്ക് ക്രോസ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പിന്റെ പടുതെല്ലാം ഷീറ്റൊക്കെ കയറും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് പോവാം. പിന്നെ വണ്ടി ഇരിക്കണത് ഇപ്പോൾ ഒരു കുഴിയിലാണ്. വണ്ടി ഒറ്റെടുക്കൽ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെട്ടി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തെന്നി താഴത്തോട്ട് പോകും. മുള്ളുണ്ട് കേട്ടോ ഇവിടെ. മൊത്തം ഈ കാണുന്നത് മുള്ളു ചെടിയാണ്. ഇതിൻ്റെ മുള്ള് കണ്ടോ? ഇത് ഈ മുള്ളൊക്കെ കൊണ്ട് ഈ ഷീറ്റ് വരെ കീറും. കംപ്ലീറ്റ് സ്ക്രാച്ചസ് ആയി. ഇത് പിന്നെ ഇപ്പോൾ വെട്ടിയ കമ്പ് എന്ന് പറയുന്നത് ഇവിടെ സാധാരണ കോമൺ ആയിട്ടുള്ളൊരു മരമാണ്. അതിപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു മരമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ കമ്പ് വെട്ടിയത്. വേറെ മരങ്ങൾ വെട്ടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം വെട്ടാൻ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അറിയാത്ത മരം പോയി വെട്ടരുത്. അതായത് നമ്മളിപ്പോൾ ഒരു ചാന് നിൽക്കുന്ന ഒരു കമ്പ് മാത്രമാണ് വെട്ടിക്കളണം. എന്നാൽ പോലും അത് ശ്രദ്ധിക്കണം.